Hi everyone, welcome to another episode of Food Myths Chronicles of Food. Me with my best friend Arun Gopal Menon, who obviously you guys know by now that he's a specialist in the food department and the history of it. ഹായ് ജിനോ, ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് പറയുന്ന നമുക്ക് തന്നെ ഒരു ആവേശം ഉണ്ടായിരുന്നു അല്ലേ. നമ്മള് സുലൈമാനിയെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. പാവപ്പെട്ട സുലൈമാനി എത്രത്തോളം അതിന്റെ ബാക്ക് സ്റ്റോറി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഈ ചായ വന്നത് പറഞ്ഞു. ചായ ആക്ച്വലി നമ്മുടെ നാട്ടില് അപ്പൊ അതിനെ പറ്റി തന്നെ ഒന്ന് പറയാം. ചായയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിന്റെ ഒരു മൈന്യൂട്ടായിട്ട് അതിന്റെ ഒരു സർഫസ് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ചായ ഒറിജിനലി പറയപ്പെടുന്നത് നമ്മുടെ ചായ ചെടി എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുടിക്കാറുണ്ട്. നമുക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ചൈനയിൽ നിന്നാണല്ലോ ചായ, അതെല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. ചായ കണ്ടുപിടിച്ചത് ചൈനയിൽ നിന്നാണ്. അപ്പൊ ചൈനക്കാര് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഏരിയകളിലൊക്കെ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചൈനീസ് ഓൾറെഡി ചെയ്തിരുന്നു. നെയ്ബറിംഗ് സ്ഥലമായതുകൊണ്ട് പിന്നെ അവർ ഈ ട്രാവലേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് തേയില ഉണക്കിയത് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കേരള തീരത്തേക്ക് വരെ അന്നൊന്നും നമ്മളത് വളരെ ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ അധികം പോപ്പുലർ ആക്കിയിട്ടില്ല. ഈ ട്രാവലേഴ്സ് ഒക്കെ അതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും ചിലരൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നല്ലാതെ അതിനെപ്പറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊളോണിയലൈസേഷൻ സമയത്താണ് ചൈനയിലേക്ക് ഇംഗ്ലീഷുകാർ പോകുന്നതും. ബ്രിട്ടീഷുകാരാണ് അവരാണ് ആക്ച്വലി ഇത് ചായ പോപ്പുലറൈസ് ചെയ്തത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ മുമ്പും പലരും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവരായിരുന്നു ഇംഗ്ലീഷുകാരാണ് ചായ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അതില് ഈ ചായ എന്ന് പറയുന്ന പേര് തന്നെ നമുക്ക് ച എന്ന് പറയുന്ന എന്ന് പറയും, TSA എന്ന് പറയുന്ന ഒരു സംഭവം, TSHA എന്നൊക്കെ പറയുന്ന പല പ്രൊനൗൺസിയേഷൻസിലും അതിനും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. പക്ഷെ ചായ അല്ല നമ്മുടെ വിഷയം എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് അത് കൂടുതൽ വിശദമായിട്ട് പറയുന്ന മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. പക്ഷെ ഇതുപോലെ തന്നെയാണ് നമ്മൾ അറിയാതെ കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് അറിയുണ്ടായി, ഞാൻ അത് വായിക്കുകയുണ്ടായി. നമ്മുടെ പാവം പോത്ത് അല്ലെങ്കിൽ എരുമ, വാട്ടർ ബഫലോ ഈസ് നേറ്റീവ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഇതിനെ സുമേറിയൻസ് ആണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത്. മെസപ്പൊട്ടോമിയ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇൻക്ലൂഡിങ് ദി ഇൻഡസ് വാലി എന്ന് 2500 BC കാലഘട്ടത്തില് എന്ന് വെച്ചാൽ 4500 വർഷത്തോളം മുമ്പേ സുമേറിയൻസ് ആണ് ഇതിനെ യൂറോപ്പിലേക്ക് എത്തിച്ചത്. സുമേറിയൻസ് അതിനെ കൊണ്ടുപോയി വാട്ടർ ബഫലോ യൂറോപ്പിലേക്ക് എത്തിച്ചു. അതെ, സുമേറിയൻസ് എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയൻസ്, അവര് ടർക്കിയിലേക്ക് എത്തിച്ച്, ടർക്കിഷ് അത് ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് എത്തിച്ച്, ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ ഈസ്റ്റേൺ യൂറോപ്യൻ ട്രാവലേഴ്സ് ഒക്കെ കൂടെ അത് ഇറ്റലിയിലേക്ക് എത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ബഫലോ വല്ലാത്ത യാത്രയാണ്. ഇപ്പൊ അവര് ഏതൊരു ആള് പറയുന്നത് പോലെ നമ്മുടെ ബഫലോ ഉണ്ടായിരുന്നില്ലെങ്കിൽ പീച്ച ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. അതായത് ഇന്ത്യക്കാരനായ ബഫലോ ഇല്ലെങ്കിൽ ഈ ഇറ്റാലിയൻ പീച്ച ഉണ്ടാവില്ലായിരുന്നു. കാരണം പീച്ചയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമുക്കറിയാലോ, അതിന്റെ ബേസിൽ ആദ്യമായിട്ട് വരുന്നത് മെയിൻ സാധനം എന്ന് പറയുന്നത് ചീസാണ്. ഈ ചീസ് നല്ല ഫ്ലേവേർഡ് ചീസ് ആയിരിക്കണം, നല്ല തിക്ക് ചീസ് ആയിരിക്കണം. ഇറ്റ് ഈസ് മൊസറെല്ല ചീസ്. അതിന് ഈ എരുമപ്പാലാണ് അത്ര ഈ ചീസ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ എരുമപ്പാലിൽ നിന്നാണ് ഈ നല്ല ചീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അതിൽ ടൊമാറ്റോ സോസും നമ്മൾ ഈ ബസിൽ എന്ന് പറയുന്ന തുളസിയുടെ ഒരു വേറെ വകഭേദമാണ് ഈ ബസിൽ എന്ന് പറയുന്ന ഹെർബ്. അത് ഒരുപാട് യൂറോപ്യൻ ക്വിസീനിൽ ഉപയോഗിക്കും. തൈം, ബസിൽ എന്നൊക്കെ പറയുന്ന സംഗതികൾ യൂറോപ്യൻ ക്വിസീനിൽ. ഈ തൈം നമ്മുടെ ഓറിയന്റൽ ക്വിസീനിലുള്ള സാധനമാണോ? ഇത് ഓറിയന്റലിൽ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് ബേസിക്കലി എ ഹെർബ്. അത് പക്ഷെ ഇപ്പൊ യൂറോപ്യൻ ക്വിസീനിലാണ് അത് കൂടുതലും, കോണ്ടിനെന്റൽ ക്വിസീനിലാണ് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ കോണ്ടിനെന്റൽ ക്വിസീനിലാണ് അത് കൂടുതലും ആയിട്ട് ഉപയോഗിച്ച് കാണുന്നത്. അപ്പൊ ഈ ബസിൽ എന്ന് പറയുന്നത്, ബസിൽ ഇസ് എ ഡിഫറെന്റ് ഫോം, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തുളസിയുടെ വേറൊരു വകഭേദമാണ്. അപ്പോൾ ഈ ബസിലും ചീസും ടൊമാറ്റോ സോസും കൂടി കൂടുന്നതാണ് ഈ നമ്മുടെ പിസ്സ ടോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ചീസിന്, അപ്പൊ ഈ ടൊമാറ്റോ സോസ് ഉള്ള പിzzയ്ക്ക് നമ്മൾ മാർഗരീത്ത എന്ന് പറയും അല്ലേ. ദാറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ക്വീൻ ഓഫ് ഇറ്റലി. ക്വീൻ മാർഗരീറ്റയുടെ പേരിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പീച്ചയ്ക്ക് ആ പേര് വന്നത്. അപ്പോൾ ഈ ഓരോ രാജാക്കന്മാരെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. ഭരിച്ചവരുടെ പേരുകളിലാണ് ഭക്ഷണം പോലും. അപ്പൊ അന്നൊക്കെ ഈ അരിസ്റ്റോക്രാറ്റ്സിനെ അല്ലെങ്കിൽ രാജാക്കന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്താനും അല്ലേ? അതെ,
പ്രീതിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതിലാണല്ലോ നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഏറിയ പങ്കും അന്ന് ആളുകളുടെ കയ്യിൽ നിന്നിരുന്നത്. ബട്ടറിങ് നടത്തിയത് ചീസ് കൊണ്ടാണ്. എക്സാക്ട്ലി, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു സേ. ബട്ടറിങ് നടത്തിയത് ചീസ് കൊണ്ടാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിലുണ്ട് ചില സംഗതികൾക്കൊക്കെ രാജാക്കന്മാരുടെ പേര് കൊടുത്ത് ഒരു സംഗതി. ഉദാഹരണത്തിന് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള സാമ്പാറിലേക്ക് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരേണ്ടതായിട്ടുണ്ട്. വളരെയധികം സംസാരിച്ചിട്ടുള്ള ഒരു സാധനമാണ് സാമ്പാറിനെ പറ്റി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. സാമ്പാർ മഹാരാജാവ് അങ്ങനെ അതെ, അത് സംഭാജി മഹാരാജ് എന്ന് പറയുന്ന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് അതിന്റെ. വളരെ സാമ്പാർ വെച്ചിട്ടാണ് അവിടെ ബട്ടറിങ് സാമ്പാർ പല സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് ബട്ടറിങ് നടത്തുന്നത്. ബട്ടർ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ട് ബട്ടറിങ് നടത്തുന്നു. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് സംഗതികൾ ഇതുപോലെ ഹിസ്റ്ററി ഓഫ് ഫുഡിൽ നമുക്ക് ഒരുപാടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ തന്നെ സദ്യ എന്ന് പറയുന്നത്. സദ്യയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ വെജിറ്റേറിയനിസം എന്താണ്, വെജിറ്റേറിയനിസം ഇന്ത്യയിൽ എന്നുള്ളതാണ്. വെജിറ്റേറിയനിസം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, സദ്യയെങ്കിലും നമ്മളതല്ലേ? സദ്യ നമ്മുടെയാണ്. സദ്യ നമ്മുടെയാണ്. സദ്യ ആക്ച്വലി ഒരു ഫെസ്റ്റീവ് ഫുഡ് എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഫോമിൽ കാണുന്ന 64 കൂട്ടം വെച്ചിട്ടുള്ള സദ്യ എന്ന് പറയുന്നത് രൂപം കൊള്ളുന്നത് ഫെസ്റ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന് ആറന്മുള വള്ളസദ്യക്കൊക്കെ ഒരുപാട് പങ്കുണ്ട് അതിനകത്ത്. ആറന്മുള വള്ളസദ്യയെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാം. അതിനൊരു പ്രത്യേക തരം, അത് ഈവൻ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിന് വരെ ഒരു പ്രത്യേക ക്രമം ഉള്ളൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എനിക്കൊരു പപ്പടം വേണം നമ്മൾ പറയുന്നതിന് പകരം അതൊരു വള്ളം പാട്ടിന്റെ താളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഫുഡ് സെർവ് ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ സദ്യയിലും അതിന് മുമ്പ് നമ്മൾ പറയേണ്ടത് നമ്മുടെ വെജിറ്റേറിയനിസം. ഇന്ത്യയിൽ പൊതുവെ ആളുകൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് കേരളത്തിലേക്കൊക്കെ ആളുകൾ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് വെജിറ്റേറിയൻ ഫുഡ് ഇൻ കേരള. ഇത് ഞാൻ പുറത്തുള്ള ആളല്ല, എന്നാലും എനിക്ക് ഇപ്പൊ കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്ത് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് ഒരു വെജിറ്റേറിയൻ്റെ ഒരു നൈറ്റ്മെയർ ആണ് ഈ സ്ഥലം എന്നുള്ള കാര്യം. കാരണം അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ്സ് ഇല്ല. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ നമുക്കൊരു ഈവൻ ഒരു ബോംബെയിൽ കിട്ടുന്ന അത്ര വെജിറ്റേറിയൻ ഫുഡ് പോലും നമുക്ക് ഇവിടെ കിട്ടാനില്ല. അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ പ്ലീസ്. അത് ഒബ്വിയസ് ആണ്, കാരണം 97% നോൺ വെജിറ്റേറിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. അതാണ് നമ്മുടെ അതിൻ്റെ ഒരു ബേസിക് സംഗതി. പക്ഷെ ഈ വെജിറ്റേറിയൻ ഫുഡ് ആക്ച്വലി ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് റിലീജിയസ് ഇൻഫ്ലുവൻസ് ഇൻ ഇറ്റ്. നമ്മുടെ ഋഗ്വേദ പീരീഡ് വിച്ച് ഇസ് സം 5000 years ago, അത് മുതലൊക്കെ ഉള്ള ചില ഇൻഫ്ലുവൻസസ് ബേസിക്കലി വെജിറ്റേറിയനിസത്തിലേക്ക് ഉണ്ട്. പക്ഷെ ഈ വെജിറ്റേറിയനിസം വളരെ ഡീപ്പായിട്ട് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായത് ജൈനിസവും ബുദ്ധിസവുമാണ്. ഇപ്പോൾ തുടക്കത്തിൽ ഈ ഋഗ്വേദ ഇതായിട്ടുള്ള ഹിന്ദുവിസം അതിനെ പറയാൻ പറ്റില്ല, കാരണം ഇറ്റ് വാസ് നോട്ട് ഫോം പാർട്ട് ഓഫ് ഹിന്ദുവിസം, ഓർ അത് ഇറ്റ് വാസ് നോട്ട് കോൾഡ് ഹിന്ദുവിസം അറ്റ്ലീസ്റ്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ഓരോ മോഡ് അതിൽ അഹിംസ എന്ന് പറയുന്നൊരു സെഗ്മെന്റ് ആണ്. ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ തന്നെ വളരെ നമ്മൾ പോപ്പുലർ ആയിട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട്, എന്താണ്, കൊന്നാൽ പാപം തിന്നാൽ തീരും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ സ്വതവേ നമ്മൾ മനസ്സിലാക്കിയില്ല, ഞാനൊക്കെ അറ്റ്ലീസ്റ്റ് ചെറുപ്പത്തിൽ മനസ്സിലാക്കിയില്ല, ആരെങ്കിലും തല്ലിക്കൊല്ല എന്നിട്ട് അവരെ തിന്ന. I thought this is from the Bible. എനിക്കറിയില്ല. യെസ്, ഇത് ആക്ച്വലി ഇറ്റ് വാസ് എ യൂണിവേഴ്സൽ ഒരു അല്ല മതഗ്രന്ഥമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിന്. ഇറ്റ് ഈസ് ജസ്റ്റ് സെയിങ് ബേസിക്കലി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മീൻ ചെയ്യുന്നത് നമ്മൾ എന്തിനെങ്കിലും തല്ലിക്കൊന്നിട്ട് അതിനെ തിന്നു കഴിഞ്ഞാൽ പാപം തീരും എന്നുള്ളതല്ല. ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അതൊരു ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ നമ്മളൊരു ജീവിയെ കൊല്ലരുത് എന്നുള്ളതിന്റെ ബേസ് ചെയ്ത് അഹിംസ നോൺ വയലൻസ്. നമ്മൾ കൊല്ലുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ല, നമ്മളത് കൊല്ലുകയോ ചെയ്യരുത് എന്ന് പറയുന്നതാണ് അഹിംസ. പക്ഷെ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ജനറലി ഒരു സെയിങ് ആണ് അറൌണ്ട് ദി വേൾഡ്. നമ്മളെ കൊന്നാൽ പാപം തിന്നാൽ തീരും എന്ന് പറയുന്നത്. We'll catch you in another episode with more interesting facts with Mr. Arun Gopal Menon, our food specialist. Take care, have fun, enjoy.